അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യരായ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ? അതൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി പല പല നേർച്ചകളും ദുആകളും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ എങ്ങനെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ഇല്ലേ? എൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടായ അനുഭവമാണിത്. എന്താവശ്യങ്ങൾ, എന്ത് ഉദ്ദേശങ്ങൾക്കും നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ള ഒരു അത്ഭുതകരമായ ഒരു ദിക്റാണിത്. ഞാനിത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അല്ലാഹു തആലയോട് ദുആ ചെയ്യും. തീർച്ചയായിട്ടും അതിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുകയും ചെയ്യും. ആ ഒരു ദുആ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ദിക്ർ ഏതാണെന്ന് വെച്ചാൽ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. വളരെ വളരെ മഹത്വമേറിയ ഒരു ദിക്റാണ് ഇത്. അല്ലാഹു തആലയുടെ 99 ഇസ്മുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ അർഹമർ റാഹിമീൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ഒരാൾ 3 വട്ടം പറഞ്ഞാൽ അല്ലെങ്കിൽ ചൊല്ലിയാൽ ഖാദിമായ മലക്ക് പറയും, അല്ലാഹു തആല നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നീ അതുകൊണ്ട് നിന്റെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു തആലയോട് പറഞ്ഞുകൊള്ളൂ എന്ന്. അതുപോലെ തന്നെ ആരെങ്കിലും അർദ്ധരാത്രി 1000 തവണ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ അവന്റെ എല്ലാ ഹൈറായിട്ടുള്ള ഉദ്ദേശങ്ങളും അല്ലാഹു സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കടമയാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സുബഹി നിസ്കാരത്തിന് മുൻപ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുമല്ലോ, അതുപോലെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 1000 തവണ ചൊല്ലി അല്ലാഹു തആലയോട് ദുആ ചെയ്യുക. ചുരുങ്ങിയത് നിങ്ങളൊരു 7 ദിവസമെങ്കിലും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ചൊല്ലി കിട്ടിയില്ല, എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് വിചാരിച്ച് 2ാമത്തെ ദിവസം അത് ചെല്ലാതിരിക്കരുത്. 7 ദിവസം തുടർച്ചയായി ഇത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് സഫലമായി കിട്ടിയിരിക്കും. പിന്നെ ഇത് 1000 തവണ എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തീരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹൈറായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.